ഇപ്പോൾ ആനി രാജ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം തീരുമാനങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, വനിതാ സംവരണ ബില്ലിന് ഒരു വിധത്തിലുള്ള കണ്ടീഷണാലിറ്റിയും ഇല്ലാതെ, ഒരു വിധത്തിലുള്ള ഉപാധികളുമില്ലാതെ എല്ലാ പാർട്ടികളും, ചില പാർട്ടികൾ ഇത് OBC വിഷയം ആ അഭിപ്രായമുള്ളവരുണ്ട്. ഇതിനകത്ത് തന്നെ OBC വനിതകൾക്ക് സംവരണം വേണമെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ എന്നാൽ പോലും അതെല്ലാം ഇതൊക്കെ ഉയർത്തുമ്പോഴും നിലവിലുള്ള വനിതാ സംവരണ ബില്ലിൽ പാസ്സാക്കിയ ബില്ല്, ആ ബില്ലിനോട് ഉള്ള കണ്ടീഷണാലിറ്റീസ്, അത് സെൻസസ് ആയിരുന്നാലും ഡീലിമിറ്റേഷൻ ആയിരുന്നാലും അതിനെ മാറ്റിക്കൊണ്ട് നിലവിലുള്ള സംഖ്യ നമ്മുടെ പാർലമെൻറ്റിൻ്റെ എണ്ണത്തിൽ 1/3 കൊടുക്കാൻ എല്ലാ പാർട്ടികളും ആ രീതിയിൽ കൊണ്ടുവന്നാൽ ഉടൻ തന്നെ അതിൽ വോട്ട് ചെയ്ത് അത് പാസ്സാക്കാൻ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും ഒരു ഭേദവുമില്ലാതെ അതിന് വോട്ട് ചെയ്യാൻ സന്നദ്ധരാണ്. പക്ഷേ ഈ എന്താണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഡീലിമിറ്റേഷൻ പാർലമെൻറ്റിന് തീരുമാനിക്കാവുന്ന രീതിയിൽ കൊണ്ടുവരുന്ന ആ ഒരു ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഡീലിമിറ്റേഷൻ്റെ പ്രപ്പോസലിനെ ശക്തിയായി എതിർക്കുകയാണ്. വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ ഈ ഡീലിമിറ്റേഷൻ കൊണ്ടുവരിക, ഇതാണ് വനിതാ സംവരണം കണ്ടീഷൻ ഒന്നുമില്ലാതെ കൊണ്ടുവന്ന് അതിനെ പാസ്സാക്കണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം എടുത്ത തീരുമാനം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഈ ഡീലിമിറ്റേഷൻ ബിൽ, ഇത് വനിതാ സംവരണം എന്നുള്ള ആ ഒരു തത്വത്തിൻ്റെ മറവിൽ ഈ രാജ്യത്ത് വളരെ ദൂരവ്യാപകമായിട്ട് പ്രത്യാഘാതമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഡീലിമിറ്റേഷൻ നടത്താനായിട്ടുള്ള ഒരു നീക്കമാണ്. അതിനെ അതിശക്തമായി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ശക്തമായിട്ട് എതിർക്കും. പാർലമെൻറ്റിൽ ഈ ഭരണഘടനാ ഭേദഗതി എതിർത്ത് തോൽപ്പിക്കും. അതാണ് ഇന്നെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനം. വളരെ ചുരുക്കി പറഞ്ഞു, ഇത്തരത്തിലൊരു തീരുമാനം പ്രതിപക്ഷം കൈക്കൊള്ളുകയാണെങ്കിൽ വനിതാ സംവരണ ബില്ലിന് പ്രതിപക്ഷം എതിരാണ് എന്നുള്ള ഒരു പ്രചാരണം സർക്കാർ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ്? ഒരു പ്രശ്നവുമില്ല. കാരണം വനിതാ സംവരണ ബിൽ കോൺഗ്രസ് അടക്കം ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നാണ് 2023 ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കി. ആ നിയമം നിലവിലുണ്ട്. 33% സംവരണം പാർലമെന്റിലും അതുപോലെ നിയമസഭകളിലും ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി. ആ പാസാക്കിയതിന് ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം. വനിതാ സംവരണത്തിന് ആരും എതിരില്ല. പക്ഷേ